Good afternoon, all. Good afternoon, ma'am. Okay, good afternoon. Prayer പറഞ്ഞോ കേട്ടോ. മാം ഞാനാണ് പറയുന്ന പ്രയർ. കാണായ ലോകങ്ങൾ കാക്കുന്ന ദേവാ, കാരുണ്യ സിന്ധോ നമിക്കുന്നു ഞങ്ങൾ. കാണായ ലോകങ്ങൾ കാക്കുന്ന ദേവാ, കാരുണ്യ സിന്ധോ നമിക്കുന്നു ഞങ്ങൾ. കരളിന്റെ പൂക്കൾ നിൻപാദതാര കാണിക്ക വെച്ചു നമിക്കുന്നു ഞങ്ങൾ. കാണിക്ക വെച്ചു നമിക്കുന്നു ഞങ്ങൾ. ലോകാ സമസ്ത സുഖിനോ ഭവന്തു. ഈ മന്ത്രമീ ലോകമെങ്ങും മുഴങ്ങാൻ വിജ്ഞാനമേകും നിറകതിർ തൂകാൻ. കാരുണ്യ സിന്ധോ നമിക്കുന്നു ഞങ്ങൾ. കാരുണ്യ സിന്ധോ നമിക്കുന്നു ഞങ്ങൾ. വിറയാർന്ന കൈകൾ ചലിക്കുന്ന നേരം ഞങ്ങൾ തൻ കരളിന്റെ കൈക്കുമ്പിൾ നീട്ടി. ചൊരിയുകനാഥ നിൻ സ്നേഹധാര, ചൊരിയുകനാഥ നിൻ സ്നേഹധാര. കാരുണ്യ സിന്ധോ നമിക്കുന്നു ഞങ്ങൾ. കാരുണ്യ സിന്ധോ നമിക്കുന്നു ഞങ്ങൾ. കാണായ ലോകങ്ങൾ കാക്കുന്ന ദേവാ, കാരുണ്യ സിന്ധോ നമിക്കുന്നു ഞങ്ങൾ. താങ്ക് യു. Silent thought of the day. Good afternoon, ma'am. I'm Chikumar. Good afternoon, ma'am, and my dear friends. I'm very happy to join our class today. This afternoon, we will learn, play, and share together with joy. Let us be kind, listen carefully, and help one another. I wish everyone a happy and peaceful class today. Thank you. Thought of the day. I am Preji. Today's thought: nothing comes for free in this world. Everything needs hard work. I repeat my thought: nothing comes for free in this world. Everything needs hard work. Thank you. Thank you. നമ്മൾ ലാസ്റ്റ് ക്ലാസ്സിൽ ഏത് പോർഷൻ ഡിസ്കസ് ചെയ്തിരുന്നേ? കോമൺ ചൈൽഡ് ഡിസീസ് ആയിരുന്നോ? എന്നെ ഓർമ്മയുണ്ടോ? ഒരു ക്ലാസ്സിൽ കയറിയിട്ടുള്ളൂ. ക്ലാസ് സംസാരിക്കണേ അല്ലെങ്കിൽ അതിൽ കൂടുതലുണ്ടോ? എവിടം വരെ ഡിസ്കസ് ചെയ്തു എന്നൊന്ന് പറയാമോ? Common diseases are dirty hands and feet വരെ മാം. കുട്ടികളിൽ കോമൺ ആയിട്ട് കണ്ടുവരുന്ന ഡിസീസിനെ കുറിച്ചിട്ടാണ് നമ്മുടെ ചാപ്റ്റർ ഡീൽ ചെയ്യുന്നത്. കോമൺ ചൈൽഡ്ഹുഡ് ഡിസീസ് എന്നാണ് ചാപ്റ്റർ പേര്. യൂണിറ്റ് 4 ആണ്. പാർട്ട് 1 യൂണിറ്റ് 4 ആണ്. എല്ലാവരും ആ ചാപ്റ്റർ എടുക്കാം കേട്ടോ. നമ്മള് മിനിറ്റ് കേട്ടോ. One minute and feed it free. Facebook മിസ്സിംഗ് ആണ്. ഞാൻ വീണ്ടും നോക്കട്ടെ കേട്ടോ.
നിങ്ങൾ ഈ പോർഷൻ ഒന്ന് റീഡ് ചെയ്ത് നോക്കൂ. കോമൺ ചൈൽഡ്ഹുഡ് ഡിസീസ് മുതൽ ഡേർട്ടി ഹാൻഡ്സ് ആൻഡ് ഫീറ്റ്സ് വരെ ഒന്ന് റീഡ് ചെയ്യട്ടാ. 1 മിനിറ്റ്. ഓക്കെ, എല്ലാവരും നോക്കാം കേട്ടോ. നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് കുട്ടികളിൽ കോമൺ ആയിട്ട് കണ്ടുവരുന്ന ഡിസീസസ് ആണ്. ഫസ്റ്റ് നമ്മൾ പറയുന്നത് വൂഫിംഗ് കഫ് ആണ്. വൂഫിംഗ് കഫ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കണ്ടിന്യൂസ് ആയിട്ട് കുട്ടികളിൽ ഭയങ്കര കുത്തി ചുമ ഉണ്ടാവും അല്ലേ. ഭയങ്കരമായിട്ടുള്ള ഒരു ചുമയാണ് വൂഫിംഗ് കഫ് എന്ന് പറയുന്നത്. സാധാരണ കുട്ടികളിൽ ഒരു 2 ആഴ്ച കഴിഞ്ഞിട്ടും ഈ ചുമ മാറിയില്ലെങ്കിൽ നമ്മളെ കുട്ടികളെ വൂഫിംഗ് കഫ് ആവാനുള്ള ചാൻസ് ഉണ്ട്. സോ നമ്മൾ ചെറിയ ചുമയാണ് എന്നൊക്കെ വിചാരിച്ച് നിസ്സാരമായിട്ട് എന്ത് ചെയ്യാൻ പാടില്ല, തള്ളിക്കളയരുത്. കാരണം ചുമയാണ്, മേ ബി അത് എന്തായാലും മാറാനുള്ള ചാൻസ് ഉണ്ട്, വൂഫിംഗ് കഫ് ആയിട്ട് മാറാനുള്ള ചാൻസ് ഉണ്ട്. വൂഫിംഗ് കഫിന് നമ്മൾ പറയുന്ന മറ്റൊരു പേരാണ് പെർട്യൂസിസ്. എന്താണ് മറ്റൊരു നെയിം എന്ന് പറയുന്നത്? വൂഫിംഗ് കഫിന്റെ മറ്റൊരു നെയിം ആണ് പെർട്യൂസിസ് എന്ന് പറയും. സ്പെല്ലിംഗ് എന്ന് പറയാമോ? സ്പെല്ലിംഗ് ടൈപ്പ് ചെയ്തയക്കാട്ടെ. 1 മിനിറ്റ്. TER വില്ലൻ ചുമയാ. വില്ലൻ ചുമ. മലയാളത്തിൽ നമ്മൾ വില്ലൻ ചുമ എന്ന് പറയും. 100 days of cough, cough of 100 days, whooping cough and pertussis. 3-4 പേരുകൾ പെർട്ടുസിസിനുണ്ട്. നമ്മൾ വിചാരിക്കും സാധാരണ ഒരു ചുമയല്ലേ, അത് കുഴപ്പമില്ല മാറും എന്നൊക്കെ. പക്ഷേ ഈ വൂഫിംഗ് കഫ് കുറച്ച് സീരിയസ് ആണ്. പ്രത്യേകിച്ച് കുട്ടികളിൽ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് മാറാൻ ഒരുപാട് ടൈം എടുക്കും. മേ ബി ഒരു 100 days-ഓളം ഈ വൂഫിംഗ് കഫ് കുട്ടികളിൽ കാണും. അതുകൊണ്ടാണ് ഈ ഒരു ഡിസീസിന് നമ്മൾ എന്ത് പറയുന്നത്, 100 days of cough എന്ന് പറയുന്നത്. ദെൻ ഇതിന്റെ പേരെന്താണ്? മറ്റൊരു നെയിം പെർട്ടുസിസ് എന്നാണ് കോമൺലി നമ്മൾ അറിയുന്നത്. പ്രോറിഫ്റ്റ പെർട്ടുസിസ് എന്ന് പറയുന്ന പെർട്ടുസിസ് എന്ന് പറയുന്ന ബാക്ടീരിയയാണ് സ്പ്രെഡ് ചെയ്യുന്നത്. അപ്പൊ വൂഫിംഗ് കഫ് സിമ്പിൾ ആയിട്ട് വിടരുത്. നമ്മൾ കണ്ടിന്യൂസ്ലി നമ്മൾ ശ്രദ്ധിക്കണം. കുട്ടികളിൽ കണ്ടുവരുന്ന ചുമ, ബ്രീത്തിങ് ഡിഫിക്കൽറ്റീസ് ഒക്കെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് നമ്മൾ നോക്കണം.
ഒരു 2 വീക്സ് കഴിഞ്ഞിട്ട് സാധാരണ ചുമയും അതേപോലെ തന്നെ ഫീവറും കാര്യങ്ങളൊക്കെ വരാറുണ്ട്. 2 വീക്സ് കഴിഞ്ഞിട്ടും ഈ കഫ് മാറുന്നില്ലെങ്കിൽ നമ്മൾ ഒന്ന് എന്ത് ചെയ്യണം, ഡോക്ടറിനെ ഒന്നും കൂടി കൺസൾട്ട് ചെയ്യണം. കുട്ടികൾക്ക് എന്തെങ്കിലും മറ്റെന്തെങ്കിലും സൈഡ് എഫക്ട്സ് ഉണ്ടോ കാര്യങ്ങൾ അതൊക്കെ കണ്ടാൽ മനസ്സിലാക്കാൻ പറ്റും. സോ നമ്മൾ ഇമ്മീഡിയറ്റ്ലി ട്രീറ്റ്മെന്റ് എടുക്കുകയാണ് ചെയ്യേണ്ടത്. ദെൻ നമ്മളുടെ ശ്രദ്ധയിൽ നിങ്ങൾ ക്ലാസ്സിലൊക്കെ പഠിപ്പിക്കുന്ന സമയത്ത് നിങ്ങളുടെ ക്ലാസ് റൂമിൽ ഒരു കുട്ടിക്ക് വൂഫിംഗ് കഫ് ഉണ്ടെന്ന് നിങ്ങൾക്ക് സംശയമുണ്ട്. കണ്ടിന്യൂസ്ലി ഭയങ്കരമായിട്ട് കഫ്, ഭയങ്കര ചുമയുണ്ട്. അങ്ങനെ തോന്നിക്കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യണം? ആ കുട്ടീനെ ഇമ്മീഡിയറ്റ്ലി നമ്മൾ എന്ത് ചെയ്യണം? ഐസൊലേറ്റ് ചെയ്യണം. ഇമ്മീഡിയറ്റ്ലി ഐസൊലേറ്റ് ചെയ്യണം. മറ്റു കുട്ടികളായിട്ട് ഇന്ററാക്ഷൻ വരാത്ത രീതിയിൽ നമ്മൾ ആ കുട്ടീനെ എന്ത് ചെയ്യണം? ഐസൊലേറ്റ് ചെയ്യണം. കാരണം വൂഫിംഗ് കഫ് ഈസിലി സ്പ്രെഡ് ആണ്. ഒരു കുട്ടി ചുമയ്ക്കുമ്പോഴോ തുമ്മുമ്പോഴോ ഹൺഡ്രഡ്സ് ഓഫ് എന്താണ് ഈ ബാക്ടീരിയാസ് ആണ് സ്പ്രെഡ് ചെയ്യുന്നത്. സോ അങ്ങനെ വരുമ്പോ അത് ഈസിലി ഒരു ക്ലാസ് റൂം അടച്ച റൂം എന്ന് പറഞ്ഞാൽ അധികം വെന്റിലേഷനോ അല്ലെങ്കിൽ ഓപ്പൺ ആയിട്ടുള്ള പ്ലേസ് അല്ല, അടഞ്ഞൊരു റൂമാണ്. സോ ക്ലോസ്ഡ് വെന്റിലേഷനും കാര്യങ്ങളൊക്കെ ഉള്ള റൂമാണ്. സോ എന്താണ്, ആ ക്ലാസ്സിലെ മറ്റു കുട്ടികൾക്ക് സെയിം ഏജ് ആണല്ലോ, കുഞ്ഞു കുട്ടികളുമാണ്, അവർക്ക് എന്താണ് ഇമ്മ്യൂണിറ്റി പവറും കുറവായിരിക്കും. സോ ഈ വൂഫിംഗ് കഫ് മേ ബി ആ കുട്ടികൾക്കും വരാനുള്ള ചാൻസ് ഉണ്ട്. സോ നമ്മുടെ ശ്രദ്ധയിൽ അങ്ങനെ ഒരു കേസ് ഐഡന്റിഫൈ ചെയ്ത് കഴിഞ്ഞാൽ വൂഫിംഗ് കഫ് ആണ് എന്ന് മനസ്സിലാക്കി കഴിഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? ഇമ്മീഡിയറ്റ്ലി ആ കുട്ടീനെ ഐസൊലേറ്റ് ചെയ്യണം. എന്നിട്ട് നമ്മൾ അവരുടെ പാരന്റ്സിനെ കോൺടാക്ട് ചെയ്ത് ഇമ്മീഡിയറ്റ്ലി നമ്മളുടെ ഒരു ഡൗട്ട് ആണ്, മേ ബി ഇത് വൂഫിംഗ് കഫ് ആണോ എന്നൊരു ഡൗട്ട് ഉണ്ട് എന്ന് നമുക്ക് എന്ത് ചെയ്യാം? അവരോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യും. ഇമ്മീഡിയറ്റ്ലി ട്രീറ്റ്മെന്റ് എടുക്കുകയാണെങ്കിൽ അത് മാറുകയും ചെയ്യുന്ന ഒരു അസുഖമാണ് എന്ത്? വൂഫിംഗ് കഫ് എന്ന് പറയുന്നത്. അല്ലെങ്കിൽ ഒരാളൊന്ന് വായിക്കോ വൂഫിംഗ് കഫിനെ കുറിച്ചിട്ട്? It affects the children below 5 years of the age. Non-stop cough causes difficulty in breathing, weakness and vomiting may occur. It is very infection, hence the child is scheduled. ഓക്കെ, ഇത് മെയിൻലി അഫക്ട് ചെയ്യുന്നത് ഒരു 5 വയസ്സിന് താഴെയുള്ള കുട്ടികളെയാണ് മെയിൻലി അഫക്ട് ചെയ്യുന്നത്. കാരണം അവർക്ക് ഇമ്മ്യൂണിറ്റി പവർ തീരെ കുറവായിരിക്കും. മുകളിലെ കുട്ടികൾക്കും അഫക്ട് ചെയ്യാറുണ്ട്. നോൺ സ്റ്റോപ്പ് ആയിട്ടുള്ള കഫാണ് മെയിൻ ആയിട്ടുള്ള സിംറ്റം എന്ന് പറയുന്നത്. നമുക്ക് മൂവിംഗ് കഫ് വരില്ലേ മിസ് എന്ന് ചോദിക്കും. നമ്മളൊന്ന് ശ്രദ്ധിച്ചു നോക്കിയാൽ മതി. നമുക്ക് 100 days ആയിട്ട് ചുമ മാറുന്നില്ലേ? നമുക്ക് എന്ത് ഡൗട്ട് അടിക്കുന്നത്? മൂവിംഗ് കഫ് ആയിരിക്കാം, അതാവാം. നോൺ സ്റ്റോപ്പ് ആയിട്ടുള്ള കഫ് ആയിരിക്കും ഇതിന്റെ മെയിൻ ആയിട്ടുള്ള ഒരു കോഴ്സ്. നമുക്ക് നിർത്താതെയുള്ള ചുമച്ച് വില്ല് പോലെ വളയും എന്നാ പറയുന്നത്. അതുകൊണ്ട് മലയാളത്തിൽ പറയുന്ന ഒരു പേരാണ് വില്ലൻ ചുമ. എനിക്കിത് വന്നിട്ടുണ്ടോ? ആ, ചെറുപ്പത്തില്. ആണോ? 8th പഠിക്കുന്ന സമയത്ത്. 8th 90 ദിവസം നിന്നു. ഭയങ്കര പ്രശ്നമായിരുന്നു. ഒരുപാട് ഡോക്ടേഴ്സ് കാണിച്ച ശേഷം അവർക്കൊന്നും പിടുത്തം കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. ശ്വാസം കിട്ടാത്ത ബുദ്ധിമുട്ടാണ്. ഇങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് ചുമണ്ട് വന്നു കഴിഞ്ഞാൽ ഒരു 1 hour കംപ്ലീറ്റ് ചുമക്കും. ഭക്ഷണം കഴിക്കാൻ പറ്റില്ല. മൊത്തത്തിലാകെ കയ്യിന്ന് പോയായിരുന്നു. എന്താന്ന് പിടുത്തം കിട്ടാത്തോണ്ടേ കൊറേ ഡോക്ടേഴ്സിനെ കാണിക്കും, കൊറേ മെഡിസിൻ കഴിക്കും. ചുമയുടെ മരുന്ന് കുടിച്ചിട്ട് അത്രയും ഇതായിട്ടുണ്ടായിരുന്നു. പിന്നെ 90 ദിവസം കഴിഞ്ഞിട്ടാണ് അത് കുറഞ്ഞ് മാറിയത്. അത് 100 days വരെ അത് നീണ്ടു നിൽക്കും. ഈ കഫ് നമുക്ക് 100 days വരെ നിൽക്കും. നിങ്ങൾ ഒന്ന് ഒബ്സർവ് ചെയ്താൽ നമുക്ക് അങ്ങനെ എന്തെങ്കിലും ചുമ വന്നിട്ടുണ്ടോ? 100 ദിവസം വരെ നീണ്ടു നിന്നിട്ടുള്ള ചുമ എനിക്ക് വന്നിട്ടുണ്ട് ചെറുപ്പത്തിൽ. പക്ഷെ എനിക്കത് വൂഫിംഗ് കഫ് ആണോ എന്ന് അറിഞ്ഞൂടെ, ടെസ്റ്റ് ഒന്നും ചെയ്തില്ല. പക്ഷെ 3 മാസത്തോളം എനിക്ക് ആ ചുമ കണ്ടിന്യൂസ് ആയിട്ടുണ്ടായിരുന്നു. പിന്നീട് എനിക്ക് മനസ്സിലായിട്ട് വൂഫിംഗ് കഫ് ആയിരിക്കാം. പക്ഷെ അന്ന് ടെസ്റ്റ് ഒന്നും ചെയ്യുന്നില്ലായിരുന്നില്ല. എന്താ പറയാ, പണ്ട് എന്താണ് നമുക്ക് ചുമയൊക്കെ വന്നു കഴിഞ്ഞാൽ അമ്മ എന്താ ചെയ്യാ? എന്റെ അമ്മ ചെയ്യുന്ന വെച്ചാല് ആകലോടെ പോകും. അങ്ങനെ എന്തൊരു സംഭവം, കയ്പുള്ളൊരു സംഭവം, അത് പിഴിഞ്ഞ് അതിന്റെ ചാറ് തരും എല്ലാ ദിവസവും. വീട്ടിലുണ്ടായിരുന്നില്ല ആടലോടെ കോട്ട. അപ്പൊ അതുകൊണ്ട് അമ്മ ഇത് തൈ കൊണ്ടുവന്ന് നട്ടു. ആ തൈ പിടിച്ച് നന്നായിട്ട് ഇത് വളർന്നു. എന്നിട്ടും എന്റെ ചുമ മാറിയിട്ടുണ്ടായിരുന്നില്ല. എനിക്കത് ഓർമ്മയുണ്ട്. എന്നിട്ട് ചുമ തുടങ്ങിയ സമയത്ത് ഞാൻ നട്ടതാണ്. രണ്ടിട്ട് ഇത്രയും ഇത് വലുതായി, എന്നിട്ടും നിന്റെ ചുമ മാറിയിട്ടില്ലല്ലോ എന്ന് അമ്മ എപ്പോഴും പറയാറുണ്ട്. പക്ഷെ അത് വൂഫിംഗ് കഫ് എനിക്ക് കുറച്ച് ഏജ്ഡ് ആയിട്ട്, ഈ പറഞ്ഞ പോലെ 8th class കഴിഞ്ഞിട്ടൊക്കെയാണ് വന്നത്. 7th 8th പഠിക്കുന്ന സമയത്താണ് ഈ ഒരു കഫും കാര്യങ്ങളും വന്നത്. സോ ഭയങ്കര ഡിഫിക്കൽറ്റിയാണ്. നമ്മൾ വിചാരിക്കുന്ന പോലെ നമുക്ക് സംസാരിക്കാനായിട്ട് പറ്റില്ല. അല്ലെങ്കിൽ ഭയങ്കരമായിട്ട് ചുമച്ച് നമുക്ക് ഉള്ളിൽ തൊണ്ടയൊക്കെ ഭയങ്കരമായിട്ട് പൊട്ടുന്ന പോലെയൊക്കെ നമുക്ക് ആ ഫീൽ ഉണ്ടാവും. ബ്ലഡ് വരുന്ന പോലെ നമുക്ക് തോന്നും. അത്രയും ഡിഫിക്കൽറ്റി ആണ് എന്റെ വൂഫിംഗ് കഫിന് ഉള്ളത്. അപ്പൊ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി, ഒരു 5 വയസ്സിന് താഴെയുള്ള കുട്ടികൾക്ക് ഇതേ ഒരു അവസ്ഥ വന്നു കഴിഞ്ഞാലോ അവർക്ക് ഒട്ടും അത് ഹാൻഡിൽ ചെയ്യാനായിട്ട് പറ്റില്ല. ദെൻ ഡിഫിക്കൽറ്റി ഇൻ ബ്രീത്തിങ് ആണ്.
അവർക്ക് ബ്രീത്ത് ചെയ്യാനായിട്ട് ഭയങ്കര ഡിഫിക്കൽട്ടീസ് ഉണ്ടാവും. വോമിറ്റിംഗ് മേ ഒക്കേഴ്സ്. നമ്മൾ ഭക്ഷണം കഴിച്ചാലും ചുമച്ച് അത് വോമിറ്റ് ചെയ്യും. ഇറ്റ് ഈസ് വെരി ഇൻഫെക്ഷൻ. മറ്റു കുട്ടികൾക്കും മറ്റുള്ളവർക്കും സ്പ്രെഡ് ചെയ്യാനുള്ള ചാൻസ് കൂടുതലാണ്. ദ ചൈൽഡ് ഈസ് ഷെഡ്യൂൾഡ്. നമ്മൾ ഇമ്മീഡിയറ്റ്ലി ചെയ്യേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കുട്ടീനെ ഷെഡ്യൂൾ ചെയ്യുക, അല്ലെങ്കിൽ ഐസൊലേറ്റ് ചെയ്യുക. നമുക്കറിയാലോ കോവിഡ് ഒക്കെ കഴിഞ്ഞുകൊണ്ട് എങ്ങനെയാണ് ഐസൊലേഷനും കാര്യങ്ങളെന്നൊക്കെ, മറ്റുള്ളവരോട് കോണ്ടാക്ട് വരാത്ത രീതിയിൽ നല്ല മാസ്ക് ഒക്കെ ഒന്നില്ലെങ്കിൽ കോണ്ടാക്ട് വരാത്ത രീതിയിൽ ഐസൊലേറ്റ് ചെയ്യാം, അല്ലെങ്കിൽ പ്രോപ്പർ ആയിട്ട് മാസ്കും കാര്യങ്ങളും N95 മാസ്ക് ഒക്കെ വിയർ ചെയ്യാം. അങ്ങനെ ചെയ്യുമ്പോൾ ഒരു പരിധി വരെ ഇൻഫെക്ഷൻസ് സ്പ്രെഡ് ചെയ്യുന്നത് നമുക്ക് കുറയ്ക്കാനായിട്ട് പറ്റും. വൂഫിംഗ് കഫ്. അപ്പൊ ഞാൻ എന്തൊക്കെയാ വൂഫിംഗ് കഫിനെ കുറിച്ച് പറഞ്ഞത്? വില്ലൻജമ എന്ന് മലയാളത്തിൽ വൂഫിംഗ് കഫിന് ഒരു പേരുണ്ട്. പെർട്ടുസിസ് എന്ന് മറ്റൊരു നെയിം ഉണ്ട്. 100 days ഓഫ് കഫ് എന്ന് പറയും. കഫ് ഓഫ് 100 days എന്ന് പറയും. നിർത്താതെയുള്ള കണ്ടിന്യൂസ് ആയിട്ടുള്ള ഒരു ചുമയാണ് നമ്മൾ വൂഫിംഗ് കഫ് എന്ന് പറയുന്നത്. 5 years ഏജിന് താഴെയുള്ള കുട്ടികളിൽ വരാണെങ്കിൽ അത് കുറച്ച് ഡിഫിക്കൽട്ടീസ് ആണ്. ശരിക്കും വോയിസ് കേൾക്കുന്നില്ലേ? കേൾക്കുന്നുണ്ടോ മാം? കേൾക്കും മാം. ഓക്കെ, മോന്റെ സിസ്റ്റത്തിൽ അല്ലെങ്കിൽ ഫോണിലെ വോയിസ് ഒന്ന് കൂട്ടി നോക്കട്ടോ. അതായിരിക്കും മേ ബി ഡിഫിക്കൽട്ടീസ്. അപ്പൊ നമുക്ക് എന്താണ്, ഇൻഫെക്ഷണൽ ഡിസീസ് ആണ്, മറ്റൊരാളിലേക്ക് പെട്ടെന്ന് സ്പ്രെഡ് ചെയ്യും. എയർ വഴിയാണ് മെയിൻലി സ്പ്രെഡ് ചെയ്യുന്നത്. സോ ഇൻഫെക്റ്റഡ് ആയിട്ടുള്ള ഒരു വ്യക്തിയായിട്ട് കോണ്ടാക്ട് വരുമ്പോൾ നമ്മൾ മാക്സിമം പ്രിക്കോഷൻസ് എടുക്കുക. ആ ഒരു വ്യക്തി മാസ്ക് കാര്യങ്ങളൊക്കെ വിയർ ചെയ്യുകയാണെങ്കിൽ ഒരു പരിധി വരെ നമുക്ക് ഈ വൂഫിംഗ് കഫിന്റെ സ്പ്രെഡിങ് കുറയ്ക്കാൻ പറ്റും. നെക്സ്റ്റ് ഒരു അസുഖമാണ് ഡിഫ്തീരിയ. ചിലപ്പോ നിങ്ങള് മലയാളം പേര് ഡിഫ്തീരിയ എന്നുള്ളത് മലയാളം പേര് ചിലപ്പോ കേട്ടിട്ടൊക്കെ ഉണ്ടാവും. തൊണ്ടമുള്ളാണ്. അല്ലെ, അങ്ങനെയല്ലേ പറയണേ? തൊണ്ടമുള്ള. നോക്കാട്ടോ. തൊണ്ടയില്, നമ്മുടെ വായയില് നമ്മുടെ എന്താ പറയാ, ട്രക്കിയ, വിൻഡ് പൈപ്പ്, ആ ഒരു ഭാഗത്തായിട്ട് ഒരു വൈറ്റ് കളറിലെ മെംബ്രെയിൻ എന്ത് ചെയ്യും, ഡെവലപ്പ് ചെയ്യും. വൈറ്റ് കളറിലെ മെംബ്രെയിൻ ഡെവലപ്പ് ചെയ്യും. ആദ്യം നമുക്ക് ചെറിയൊരു പെയിനും ഫുഡൊക്കെ ഇറക്കുന്ന സമയത്ത് ചെറിയൊരു പെയിൻ ആയിരിക്കും സ്റ്റാർട്ടിങ് എന്ന് പറയുന്നത്. പിന്നീട് അതിന്റെ ആ ഒരു മെംബ്രെയിൻ ഡെവലപ്പ് ആകുന്നതിനനുസരിച്ച് നമുക്ക് ഭക്ഷണം ഇറക്കുമ്പോഴും കൂടുതലായിട്ടൊക്കെ പെയിൻ വരും. പിന്നെ ഒട്ടും നമുക്കത് എന്ത് ചെയ്യാൻ പറ്റില്ല, ഫുഡ് ഇറക്കാനോ വെള്ളം കുടിക്കാനോ ഒന്നും പറ്റാത്തൊരു അവസ്ഥയിലേക്ക് സംഭവിക്കും. ഈ വൈറ്റ് കളറിൽ പാടുക കേട്ടോ, ഇത് ഫുള്ളായിട്ട് കവർ ചെയ്യും. അങ്ങനത്തെ സിറ്റുവേഷനിൽ ബ്രീത്തിങ് ഡിഫിക്കൽട്ടീസും പിന്നെ അതേപോലെ തന്നെ ഫീവറും കാര്യങ്ങളൊക്കെ വരും. ഇതില് ഈ വൈറ്റ് മെംബ്രെയിനിൽ ഒരു ടോക്സിക് ആയിട്ടുള്ള ഒരു സബ്സ്റ്റൻസ് എന്ത് ചെയ്യുന്നുണ്ട്, പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. അങ്ങനെ ടോക്സിക് ആയിട്ടുള്ള സബ്സ്റ്റൻസ് പ്രൊഡ്യൂസ് ചെയ്തിട്ട് നമ്മുടെ എൻ്റെ ബോഡിക്ക് അത് കംപ്ലൈന്റ് ആയിരിക്കും. അല്ലാതെ ടോൺസിൽസ് അല്ലാതെ, ടോൺസിൽസ് ഡിഫറെന്റ് ആണ്. ഇത് ഡിഫ്തീരിയ എന്ന് പറയുന്നത്. ഇന്ന് കുട്ടികളിലൊന്നും ഇല്ല ഡിഫ്തീരിയക്കെതിരെയൊക്കെ വാക്സിൻസ് ഉണ്ട്. പ്രോപ്പർ ആയിട്ട് കുട്ടികൾ ജനിക്കുന്ന എനിക്ക് തോന്നുന്നു 1.5 months മുതൽ പ്രോപ്പർ ആയിട്ട് വാക്സിൻസ് ഒക്കെ എടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഈ ഒരു അസുഖം വരാതിരിക്കാൻ മാക്സിമം ശ്രദ്ധിക്കാൻ പറ്റും. സോ ഇതിന് പറയുന്ന പേര് ഡിഫ്തീരിയ എന്നാണ്. ഡിഫ്തീരിയന് കൊറേനിയം ബാക്ടീരിയം ഡിഫ്തീരിയ എന്നാണ് അത് സ്പ്രെഡ് ചെയ്യുന്ന ബാക്ടീരിയനെ പറയുന്ന പേര്. ഞാൻ ടൈപ്പ് ചെയ്തയക്കാം കേട്ടോ, 1 minute. മാം, ഇതും അണ്ടർ 5 years പിള്ളേർക്കാണോ വരുന്നത് അതോ എല്ലാവർക്കും വരാം? ഇല്ല, മെയിൻ ആയിട്ട് കുട്ടികളിലാണ് കണ്ടുവരുന്നത്. എന്ന് വെച്ചാല് വലിയവർക്ക് വന്നു കഴിഞ്ഞാൽ അത്ര ഡിഫിക്കൽട്ടീസ് ഉണ്ടാവില്ല. കുട്ടികളിൽ വന്നു കഴിഞ്ഞാൽ മേ ബി ഞാൻ പറഞ്ഞില്ല, ടോക്സിക് ആയിട്ടുള്ള സബ്സ്റ്റൻസ് റിലീസ് ആയി കഴിഞ്ഞാൽ മേ ബി അത് എന്താണ് മരണം വരെ സംഭവിക്കാനുള്ള ചാൻസ് ഉണ്ട്. മുതിർന്നവരിലും ഈ അസുഖം വരാറുണ്ട്. ഈ ഒരു അസുഖത്തിന് മറ്റൊരു പേരും കൂടി ഉണ്ട് കേട്ടോ. എന്താണെന്ന് അറിയാമോ? കില്ലർ ഡിസീസ്. മറ്റൊരു പേരെന്താണ്? കില്ലർ ഡിസീസ് എന്നും കൂടി പറഞ്ഞിട്ടുണ്ട്. 1954 ആ ഒരു കാലഘട്ടത്തില് ഈ ഒരു അസുഖം വന്ന് ഒരുപാട് പേര് മരണം സംഭവിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷെ അന്ന് വാക്സിൻ ഉണ്ടായിരുന്നില്ല, പ്രോപ്പർ ആയിട്ട് വാക്സിൻസോ കാര്യങ്ങളോ ഒന്നും ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് ഒരുപാട് പേര് മരണപ്പെട്ട ഒരു അസുഖമാണ്, മരണപ്പെട്ട ഒരു അസുഖമാണ് ഏത്, ഡിഫ്തീരിയ എന്ന് പറയുന്നത്. അപ്പോ ഡിഫ്തീരിയ നിസ്സാരം ഒരു ചെറിയ അസുഖമല്ലേ എന്നൊക്കെ വിചാരിക്കും. നമ്മള് കുട്ടികൾ പറയും തൊണ്ടവേദന എടുക്കുന്നു എന്ന് പറയുമ്പോൾ നമ്മള് ഒന്ന് ജസ്റ്റ് ഒന്ന് ഒബ്സർവ് ചെയ്യാം, ഒന്ന്
മൗത്ത് ഒന്ന് ഓപ്പൺ ചെയ്യാൻ പറയാം. ജസ്റ്റ് ഒന്ന് ഫോണിന്റെയോ ലൈറ്റോ എന്തെങ്കിലും ഫ്ലാഷ് അടിച്ച് നോക്കാം. എന്തെങ്കിലും ഉണ്ടോ, നമുക്ക് ഇൻഫെക്ഷൻ ഉണ്ടെങ്കിൽ പോലും നമുക്ക് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റും. അവിടെ ഒരു പിങ്ക് കളർ, സാധാരണ കളറിനേക്കാളും കുറച്ചും കൂടി ആ ഒരു പിങ്ക് മെമ്പറൈൻ കൂടുതലായിരിക്കും, പിങ്ക് കളർ കൂടുതലായിരിക്കും. സോ നമുക്ക് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റും ഇൻഫെക്ഷൻ ഉണ്ട്. ഇനി ഇത് ഒരു വൈറ്റ് മെമ്പറൈൻ കണ്ടു കഴിഞ്ഞാൽ ഇമ്മീഡിയറ്റ്ലി നമ്മൾ എന്ത് ചെയ്യണം, ട്രീറ്റ്മെന്റ് എടുക്കണം. കാരണം എന്താണ്, ഇത് സാധാരണ ഫസ്റ്റ് സ്റ്റേജിൽ തന്നെ ഐഡന്റിഫൈ ചെയ്ത് ട്രീറ്റ്മെന്റ് എടുക്കുകയാണെങ്കിൽ അത് കോംപ്ലിക്കേഷനിലേക്ക് വരില്ല. അതല്ല, ഐഡന്റിഫൈ ചെയ്യാൻ ലേറ്റ് ആകുന്നതിനനുസരിച്ച് കുട്ടിയുടെ ലൈഫിന്റെ റിസ്ക്, ആ ഒരു റിസ്ക് കൂടി വരാനുള്ള ചാൻസ് ഉണ്ട്. നമ്മൾ പ്രോപ്പർ ആയിട്ടൊക്കെ എന്ത് ചെയ്യണം, ട്രീറ്റ്മെന്റ് എടുക്കാം. ദെൻ ഈ ഒരു ഡിസീസിനെ, ഡിഫ്തീരിയനെ മറ്റൊരു പേര് പറഞ്ഞിരുന്നത് കില്ലർ ഡിസീസ് എന്നാണ്. ഓക്കെ, എന്താണ് പറഞ്ഞിരുന്നത്, കില്ലർ ഡിസീസ് എന്നാണ്. ഇതിനെല്ലാത്തിനും വാക്സിൻസിന്റെ കാര്യം നമുക്ക് 7th യൂണിറ്റിൽ ഡീൽ ചെയ്യാനുണ്ട്. നമുക്ക് അത് അപ്പൊ ഡിസ്കസ് ചെയ്യാം കേട്ടോ. ഓക്കെ ഓക്കെ, ഡിഫ്തീരിയ ക്ലിയർ ആണോ? യെസ് മാം. യെസ് മാം. ഓക്കെ, അങ്ങനെ ഒന്ന് വായിക്കോ ഡിഫ്തീരിയ? ഞാൻ വായിക്കാം മാം. ഞാൻ വായിക്കാം. Diseases of the throat, windpipe and trachea. The symptoms are high temperature, difficulty in breathing, etc. A membrane develops in the throat. If medical aid is not given within a short period, the child may die choking. It affects other children easily. ഓക്കെ, ഡിസീസ് മെയിൻലി അഫക്ട് ചെയ്യുന്നത് നമ്മുടെ തോട്ട്, വിൻപൈപ്പ്, ട്രക്കിയ. തോട്ട് കഴിഞ്ഞിട്ടൊരു കോമ ഉണ്ട് കേട്ടോ, അത് ഇട്ടിട്ടില്ല. തോട്ട് കഴിഞ്ഞിട്ടൊരു കോമ ഉണ്ട്, അത് കഴിഞ്ഞിട്ടാണ് വിൻപൈപ്പ് വരുന്നത് കേട്ടോ. തോട്ട്, വിൻപൈപ്പ്, ട്രക്കിയ, മെയിൻ ആയിട്ട് ഈ മൂന്ന് എന്താ പറയാ, റെസ്പിറേറ്ററി പാർട്സിനെയാണ് ഇത് അഫക്ട് ചെയ്യുന്നത്. സിംറ്റംസ് എന്ന് പറഞ്ഞാല് നമുക്ക് ആദ്യം തൊണ്ടവേദനയൊക്കെ ആയിരിക്കും ഫസ്റ്റ് വരുന്ന സിംറ്റംസ്. ദെൻ നമുക്ക് ഹൈ ടെമ്പറേച്ചർ ആൻഡ് ഡിഫിക്കൽറ്റി ഇൻ ബ്രീത്തിങ്, നമുക്ക് ശ്വാസം എടുക്കുമ്പോഴും ഭക്ഷണം കഴിക്കുമ്പോഴേക്കൊക്കെ ആ ഒരു ഡിഫിക്കൽറ്റീസ് എന്ത് ചെയ്യാൻ തുടങ്ങും, വരാൻ തുടങ്ങും. എ മെമ്പറൈൻ ഡെവലപ്പ് ഇൻ ദ തോട്ട്, ഞാൻ കാണിച്ചിരുന്നില്ല ആ ഇമേജിൽ, ആ ഇമേജിൽ കണ്ട പോലെ ഒരു വൈറ്റ് കളറിലെ മെമ്പറൈൻ എന്ത് ചെയ്യാൻ തുടങ്ങും, ഡെവലപ്പ് ചെയ്യാൻ തുടങ്ങും. ഇഫ് മെഡിക്കൽ എയ്ഡ് ഈസ് നോട്ട് ഗിവൺ വിത്തിൻ എ ഷോർട്ട് പീരീഡ്, നമ്മൾ പ്രോപ്പർ ആയിട്ട് ആ ഫസ്റ്റ് സ്റ്റേജിൽ തന്നെ പ്രോപ്പർ ആയിട്ട് ആ മെഡിക്കൽ എയ്ഡ് കൊടുത്തില്ലാത്ത പക്ഷം ദ ചൈൽഡ് മേ ബി ഡൈ ഓഫ് കോഫിംഗ്, ചുമച്ച ആ ഒരു ഡിഫിക്കൽറ്റീസിൽ ശ്വാസം കിട്ടാതെ എന്താ കുട്ടി മരണം സംഭവിക്കാനുള്ള ചാൻസ് ഉണ്ട്. പിന്നെ അത് മാത്രമല്ല, കുട്ടികളിൽ പെട്ടെന്ന് എന്ത് ചെയ്യാനുള്ള ചാൻസ് ഉണ്ട്, ഈസിലി സ്പ്രെഡ് ആകും. ഡിഫ്തീരിയ എന്ന് പറയുന്ന അസുഖം ഉമിനീര് വഴി, അതേപോലെ ഒരാൾ ചുമയ്ക്കുമ്പോഴും തുമ്മുമ്പോഴും ആ ഒരു ഡ്രോപ്ലെറ്റ്സ് വഴിയൊക്കെ മറ്റു കുട്ടികളിലേക്കും ഇമ്മീഡിയറ്റ്ലി എന്ത് ചെയ്യും, പെട്ടെന്ന് സ്പ്രെഡ് ആവാനുള്ള ചാൻസ് ഉണ്ട്. ഓക്കെ, ഇനി നമ്മൾ കേട്ടിട്ടുള്ളതാണ് റീസൺസ് എങ്ങനെയാ പറഞ്ഞത്, മീൻസ് സ്പ്ലിറ്റ് ചെയ്യുമ്പോഴും നമ്മള് ചുമയ്ക്കുമ്പോഴും അതേപോലെ തന്നെ സ്പ്ലിറ്റ് ചെയ്യുമ്പോൾ അതേപോലെ ഉമിനീരിൽ നിന്ന് അങ്ങനെയൊക്കെ സ്പ്രെഡ് ചെയ്യാനുള്ള ചാൻസ് ഉണ്ട്. ഒരാള് ഡ്രിങ്ക് ചെയ്ത ഗ്ലാസ്സിൽ തന്നെ, സെയിം ഗ്ലാസ്സിൽ തന്നെ അസുഖമുള്ളൊരു കുട്ടി കുടിച്ച അതേ ഗ്ലാസ്സിൽ തന്നെ മറ്റൊരു കുട്ടി എന്ത് ചെയ്യാണ്, കുടിക്കുകയാണ്, അങ്ങനെയൊക്കെ സ്പ്രെഡ് ചെയ്യാനുള്ള ചാൻസ് ഉണ്ട്. ടെറ്റനസ് കേട്ടിട്ടുണ്ടോ? കേട്ടിട്ടുണ്ട്. TB കേട്ടിട്ടുണ്ടാവും അല്ലെ? കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞായിരുന്നു. ആണ്, ഞാൻ എക്സാമ്പിൾ പറഞ്ഞിട്ടുണ്ടായിരുന്നോ? മാമിന്റെ വീടിനടുത്ത് ഓർമ്മയുണ്ടല്ലേ? അപ്പൊ ടെറ്റനസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ വിചാരിക്കും, ടെറ്റനസ് മെയിൻലി നമ്മളുടെ ബോഡിയിലേക്ക് എൻട്രി ചെയ്യുന്നത് എങ്ങനെയാണ്, ഇഞ്ചുറീസ് മുഖേനയാണ് നമ്മുടെ ബോഡിയിലേക്ക് അത് എൻട്രി ചെയ്യുന്നത്. ദെൻ പിന്നെ നമ്മളെ അത് അഫക്ട് ചെയ്യുന്നത് നമ്മുടെ മസിൽസ്, നമ്മുടെ നെർവസ് സിസ്റ്റത്തിനെ അത് അഫക്ട് ചെയ്യും. പിന്നെ നമുക്ക് ഈ അസുഖം കാരണം നമുക്ക് മസിൽ സ്പാം, അതേപോലെ തന്നെ ഇൻഡിഫറൻസ് ഇൻ മസിൽസ് എല്ലാം വരാനുള്ള കാരണമാകുന്നു. ഇനി അഡ്വാൻസ്ഡ് കണ്ടീഷൻ വരുമ്പോ എന്താണ്, നമുക്ക് ബ്രീത്തിങ് ഡിഫിക്കൽറ്റീസ്, ആ വ്യക്തി അസുഖം വന്ന വ്യക്തി ബ്രീത്തിങ് ഡിഫിക്കൽറ്റീസ് വരുന്നു, മരണം വരെ സംഭവിക്കാനുള്ള ചാൻസ് ഉണ്ട്. അപ്പൊ ടെറ്റനസ് നിസ്സാരല്ലേ, ചെറിയൊരു എന്താ പറയാ, ചെറിയൊരു മുറിവല്ലേ, അത് പ്രോപ്പർ ആയിട്ട് അത് കുഴപ്പമൊന്നുമില്ല, അത് മാറും എന്ന് വിചാരിക്കരുത് നമ്മള്. എന്താണ്, ശരിക്കും പറഞ്ഞാൽ ഈ ടെറ്റനസിന്റെ വൈറസ് ജേംസ് എവിടെയാണ് കൂടുതലായിട്ടുള്ളത്, ഈ കൗഡങ് ആൻഡ് ഹോസ് ഡങ്ങിലൊക്കെയാണ് ടെറ്റനസിന്റെ ജേംസ് കൂടുതലായിട്ടുള്ളത്. സോ നമ്മള് പ്രോപ്പർ ആയിട്ട് എന്ത് ചെയ്യണം, നമ്മള് മുതിർന്നവർ ചിലപ്പോ ചപ്പലൊക്കെ ഇട്ടിട്ടായിരിക്കും പുറത്തൊക്കെ പോകുന്നത് അല്ലെ. മണ്ണിൽ ആരൊക്കെ നടക്കാറൊന്നുമില്ലല്ലോ, ആരല്ലേ ഇപ്പൊ മണ്ണിൽ നടക്കുന്നേ, ആരെങ്കിലും നടക്കോ? നമ്മള് മുതിർന്നവർ ചെയ്യില്ല. പക്ഷെ കുട്ടികൾ അങ്ങനെയല്ല, നമ്മളുടെ കണ്ണ് വിട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ അടുത്ത് നിന്ന് അവർ മാറിക്കഴിഞ്ഞാൽ അവർ കളിക്കാനൊക്കെ പോകുമ്പോ പറമ്പിലും
ചിലപ്പോ അവർ ചെരുപ്പൊക്കെ ഉരുട്ടിട്ടൊക്കെ ആയിരിക്കും കളിക്കുന്നത്. ഇനി അവിടെ ആ സമയത്ത് അവരുടെ കാലിന് ചെറിയൊരു മുറിവുണ്ടെങ്കിൽ അതിലൂടെ ഈ ജേംസ്, ഈ മണ്ണിലുള്ളതാണ് കൗഡങ് പോസ്റ്റങ്ങിലൊക്കെ ഉള്ളൊരു ജേമാണ് ഏത് ടെറ്റനസ് എന്ന് പറയുന്നത്. ആ ബാക്ടീരിയ എന്ത് ചെയ്യും, നമ്മുടെ കുട്ടിയുടെ ആ മുറിവിലൂടെ കുട്ടിയുടെ ശരീരത്തിലേക്ക് കയറും. അങ്ങനെ വരുമ്പോൾ എന്താണ്, ഈ ടെറ്റനസ് എന്ന് പറയുന്ന അസുഖം കുട്ടികൾക്ക് വരും. അപ്പൊ നമ്മൾ മാക്സിമം കുട്ടികൾ ചെറിയ മുറിവാണെങ്കിൽ പോലും പ്രോപ്പർലി എന്ത് ചെയ്യുക, കെയർ ചെയ്യുക. കാലിമൊക്കെ ആണെങ്കിൽ മുറിവ് ഉണങ്ങുന്ന വരെയും നമ്മൾ കുട്ടീനെ പുറത്ത് കളിക്കാൻ വിടാതിരിക്കാൻ ശ്രമിക്കാം. നമ്മുടെ സ്കൂളിൽ നമ്മുടെ പഠിപ്പിക്കുന്ന കുട്ടികളാണെങ്കിലും പ്രോപ്പർലി നമ്മൾ ഫസ്റ്റ് എയ്ഡ് കൊടുക്കുക. ഈ എന്തെങ്കിലും മുറിവ് കാലിനൊക്കെ മുറിവ് പറ്റിയിട്ടുണ്ടെങ്കിൽ, എന്ത് മുറിവ് സംഭവിച്ചാലും ഇമ്മീഡിയറ്റ്ലി നമ്മൾ ടെമ്പററി ട്രീറ്റ്മെന്റ് പ്രോപ്പർ ആയിട്ട് അത് ഡ്രസ് ചെയ്ത് കൊടുക്കേണ്ട ഉത്തരവാദിത്വം നിങ്ങൾ ഓരോരുത്തർക്കും ഉണ്ട്. അതേപോലെ സ്കൂളിൽ നേഴ്സിംഗ് അസിസ്റ്റന്റ് ഉണ്ടെങ്കിൽ നേഴ്സിംഗ് അസിസ്റ്റന്റിന്റെ ഉത്തരവാദിത്തമാണ് പ്രോപ്പർലി ആ ഇഞ്ചേർഡ് പാർട്ട് കവർ ചെയ്യുക, പ്രോപ്പർ ആയിട്ട് മരുന്ന് ഫസ്റ്റ് എയ്ഡ് പ്രോപ്പർ ആയിട്ട് കൊടുക്കുക എന്നുള്ളത് നേഴ്സിംഗ് അസിസ്റ്റന്റ് ആൻഡ് നമ്മളുടെ കുട്ടികളുടെ കാര്യമായതുകൊണ്ട് നമ്മളുടെ ഉത്തരവാദിത്തമാണ്. സോ ടെറ്റനസ് നോട്ട് ഒരു ജസ്റ്റ് ഒരു സിമ്പിൾ ആയിട്ടുള്ളൊരു അസുഖമല്ല. ഈ ടെറ്റനസ് വരാതിരിക്കാൻ വേണ്ടി കുട്ടി ജനിക്കുന്നതിന് മുമ്പേ തന്നെ വാക്സിൻസ് എടുക്കുന്നുണ്ട്. അമ്മമാർക്ക് 3 മാസമുള്ള സമയത്തും പിന്നെ 5 മാസമുള്ള സമയത്തൊക്കെ ടി ടി എടുക്കാറുണ്ടോ? പക്ഷെ അത് നമുക്ക് വേണ്ടിയിട്ടല്ല കേട്ടോ. ശരിക്കും പ്രൊട്ടക്ഷൻ ഫോർ ദ ബേബി, കുട്ടിയുടെ ഇമ്മ്യൂൺ സിസ്റ്റം ബിൽഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ചെറുപ്പം ആ ഒരു ടൈം മുതൽ, ജനിക്കുന്നതിന് മുമ്പ് മുതൽ നമ്മൾ എന്ത് ചെയ്യുന്നത്, വാക്സിൻ എടുക്കുന്നത്. അത് കഴിഞ്ഞ് ജനിച്ച ഉടനെ നമ്മൾ എന്തോ കൊടുക്കുന്നുണ്ട്, വാക്സിൻസ് കൊടുക്കുന്നുണ്ട്. പിന്നെ നമ്മൾ ജനിച്ചു കഴിഞ്ഞതിന് ശേഷം എന്ത് ചെയ്യുന്നുണ്ട്, വാക്സിൻസ് കൊടുക്കുന്നുണ്ട് കേട്ടോ. പണ്ട് DPT ആയിരുന്നു, ഡിഫ്തീരിയ, ടെറ്റനസ് ആൻഡ് പെർtussis എന്ന് പറയുന്ന വാക്സിൻ ആണ്. ഇപ്പൊ പെൻഡാവാലന്റ് വാക്സിൻ ആണ്. 5 വാക്സിൻസ് ഒരുമിച്ചാണ് ഒരു ഷോർട്ടായിട്ട് കൊടുക്കുന്നത്. അത് ഞാൻ പറഞ്ഞുതരാം കേട്ടോ. പെൻഡാവാലന്റിനെ കുറിച്ചിട്ടൊക്കെ നമുക്ക് ഇനി അടുത്ത് വരുന്ന ചാപ്റ്ററുകളിൽ ഡിസ്കസ് ചെയ്യാനുണ്ട് കേട്ടോ. എന്തെങ്കിലും പറയാനുണ്ട് റീന? ഓക്കെ. അപ്പൊ പെൻഡാവാലന്റ് വാക്സിൻ ആണ് ഇപ്പൊ കൊടുക്കുന്നത്. നമുക്ക് അതിനെ കുറിച്ച് ഡിസ്കസ് ചെയ്യാം. അപ്പൊ ടെറ്റനസ് എന്ന് പറയുന്നത് ജസ്റ്റ് നോട്ട് എ സിമ്പിൾ ഡിസീസ്. നമ്മൾ ഇമ്പോർട്ടൻസ് കൊടുക്കണം. ചെറിയൊരു മുറിവാണെങ്കിൽ പോലും നമ്മൾ പ്രോപ്പർലി കെയർ ചെയ്യണം. നമ്മൾ പറയില്ലേ, പണ്ട് എന്തായിരുന്നു, ഈ ആണിയോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ കയറി കഴിഞ്ഞാലാണ് എന്ത് ചെയ്യുന്നത്, നമ്മള് TT എടുക്കുന്നത്. ശരിക്കും പറഞ്ഞാൽ അത് ഇൻഫെക്ഷൻ ആവാതിരിക്കാൻ അങ്ങനെയൊന്നല്ല എടുക്കുന്നത്. ആ മുറിവിലൂടെ ടെറ്റനസ് എന്ന് പറയുന്ന ബാക്ടീരിയ നമ്മുടെ ബോഡിയിൽ എൻട്രി ചെയ്യാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, പ്രോപ്പർ ആയിട്ട് ടെറ്റനസിന്റെ വാക്സിൻസ് എടുക്കുന്നത്. നെക്സ്റ്റ് പോയിന്റ് അതിൽ വായിക്കോ, ടെറ്റനസ്. ഞാൻ വായിക്കാം മാം. Tetanus. The germs enter the body through injuries and it acts on the nervous system. Indifference in muscles is a primary symptom of these diseases. The muscle cramps make sitting difficult and even the patient will not be able to breathe in advanced conditions. The bacteria that cause this disease grow in cow dung, horse dung, etc. Even small wounds should be cared for properly. അപ്പോ നമ്മുടെ ടെറ്റനസിനെ കുറിച്ചിട്ടാണ് പറഞ്ഞത്. ഈ ടെറ്റനസ് വൈറസ് മണ്ണിലൂടെ മാത്രമാണോ സ്പ്രെഡ് ആവുന്നത്? എങ്ങനെ നമ്മളെ ശരീരത്തിൽ മുറിവിലൂടെയാണ് നമ്മുടെ ബോഡിയിലേക്ക് എൻട്രി ചെയ്യുന്നത്. പിന്നെ നമ്മുടെ മണ്ണിൽ ജേംസ് ബാക്ടീരിയ ഓൾറെഡി ഉള്ളതാണ്. മണ്ണിലുള്ള ഒരു ബാക്ടീരിയ ആണ് ടെറ്റനസ് എന്ന് പറയുന്നത്. പക്ഷെ നമ്മുടെ ബോഡിയിലേക്ക് എൻട്രി ചെയ്യുന്നത് മുറിവിലൂടെയാണ്, അല്ലാതെ എൻട്രി ചെയ്യില്ല. നമ്മൾ മണ്ണ് മേ ബി നമ്മൾ പ്രോപ്പർ ആയിട്ട് ഹാൻഡ്സ് ഒന്നും ചിലപ്പോ എന്താ പറയാ, നമ്മൾ മണ്ണിലൊക്കെ കളിച്ചിട്ട് പ്രോപ്പർ ആയിട്ട് ഹാൻഡ് വാഷ് ഒന്നും ചെയ്തിട്ടില്ലെങ്കിലും ഇവർ നമ്മള് കൈമേക്ക് മുറിവുണ്ടെങ്കിൽ മേ ബി എൻട്രി ചെയ്യാനുള്ള ചാൻസ് ഉണ്ട്. സെയിം അതാണ് കൗഡങ് അല്ലെങ്കിൽ ഹോസ് ഡങ്ങിലുമാണ് മെയിൻ ആയിട്ട് ബാക്ടീരിയ കൂടുതലായിട്ട് ഉള്ളത്. നമുക്ക് നോക്കാം. അപ്പൊ പ്രൈമറി സിംറ്റം എന്താണ്? ടെറ്റനസിന്റെ ഇൻഡിഫറൻസ് ഇൻ മസിൽസ് ആണ് നമ്മുടെ സിംറ്റംസ്. നമുക്ക് നോക്കാം. എന്തേ പറയാനുണ്ടോ? ഓക്കെ. നിങ്ങൾ വോയിസ് ഓൺ ആക്കുമ്പോൾ നിങ്ങളെ മാത്രം ഹൈലൈറ്റ് ചെയ്ത് എനിക്ക് കാണിക്കുവേ. അപ്പൊ അതുകൊണ്ട് എന്തെങ്കിലും പറയാൻ ഉണ്ടോന്ന് ചോദിച്ചത്. ടെറ്റനസിന്റെ സിംറ്റംസ് ആണ് ഇൻഡിഫറൻസ് ഇൻ മസിൽസ് ആണ്.
നമ്മൾ ആ മസിൽസ് നമുക്ക് പ്രോപ്പർ ആയിട്ട് എന്ത് ചെയ്യാൻ പറ്റില്ല, ഹോൾഡ് ചെയ്യാനോ ഇതിനൊന്നും പറ്റില്ല. മേ ബി ഈ ഇതേപോലത്തെ ഒരു ഇതിലേക്ക് വരും. ഓക്കെ, എന്തോ ആണ് അതേപോലെ ചെറിയൊരു മുറിവിലൂടെ ആണ് നമുക്ക് ഈ ഒരു ബോഡിയിലേക്ക് എന്ത് ചെയ്യുന്നത്, ഈ ബാക്ടീരിയ എൻ്റർ ആകുന്നത്. പിന്നെ നമുക്ക് സാധാരണ പോലെ ഫീവർ, ലോക്ക് ജോ, നമുക്ക് പിന്നെ ഡിഫിക്കൽട്ടീസ് ഓഫ് സ്വെല്ലിംഗ്, ബ്രീത്തിങ് ഡിഫിക്കൽട്ടീസ്, ബോഡി സ്പാം, നമുക്ക് കറക്റ്റ് ആയിട്ടുള്ള രീതിയിൽ നമുക്ക് നമ്മുടെ ബോഡിനെ കൺട്രോൾ ചെയ്യാൻ പറ്റില്ല, കാരണം മസിൽ സ്പാം ഒക്കെ വരും. ഇതാണ് ടെറ്റനസിന്റെ മെയിൻ ആയിട്ടുള്ള സിംറ്റംസ് എന്ന് പറയുന്നത്. ലോക്ക് ജോസ് മീൻസ് എന്താണ് ലോക്ക് ജോസ് മീൻസ്? അതിനകത്ത് ഇപ്പം ഒരു വേർഡ് വന്നായിരുന്നു ലോക്ക് ജോസ് എന്ന് പറഞ്ഞിട്ട്, ബാക്കിലോട്ട് പോയിട്ട് ലോക്ക് ജോ. നമുക്ക് നമ്മുടെ ലോക്ക് ജോ ഉണ്ടല്ലോ, അത് പ്രോപ്പർ ആയിട്ട് നമ്മളിപ്പം നമ്മുടെ ഈ പ്രോപ്പർ ആയിട്ട് നമുക്ക് മൂവ് ചെയ്യാനായിട്ട് പറ്റൂലേ. നമ്മൾ സംസാരിക്കുമ്പോൾ ക്ലിയർ ആയിട്ട് നമുക്ക് സംസാരിക്കാൻ പറ്റുന്നത് നമ്മുടെ ലോക്ക് ജോ ഇങ്ങനെ മൂവബിൾ ആയതുകൊണ്ടാണ്. പക്ഷെ അത് ആ ഡിഫിക്കൽട്ടീസ്, ടെറ്റനസ് നമ്മുടെ ശരീരത്തിൽ എൻ്റർ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അങ്ങനെ സംസാരിക്കാനായിട്ട് വരില്ല. നമുക്ക് മൂവബിൾ ആയിട്ടുള്ള ഒരു ജോ അല്ലെങ്കിൽ ഒരു പാർട്ടാണ് ഇത്, നമ്മുടെ എന്താ പറയാ സ്കൾ, ആ ഒരു ഏരിയയിൽ ഏറ്റവും മൂവബിൾ ആയിട്ടുള്ള ഒരു പാർട്ട് ഈ ലോക്ക് ജോ ആണ്. ആ ഒരു പ്രശ്നം വരും, നമുക്കത് മൂവ് ചെയ്യാനായിട്ട് പറ്റില്ല. അങ്ങനത്തെ ഡിഫിക്കൽറ്റി, അപ്പൊ നമുക്ക് സംസാരിക്കാനുള്ള ഡിഫിക്കൽറ്റീസ് കാര്യങ്ങളൊക്കെ വരുന്നു. ഇനി ടെറ്റനസ് എന്ന് പറയുന്നത് ക്ലോസ്ട്രീഡിയം ടെറ്റനി എന്ന് പറയുന്ന സി ടെറ്റനി എന്നും കൂടി പറയാറുണ്ട് കേട്ടോ. ടെറ്റനി ആണ് ഇത് സ്പ്രെഡ് ചെയ്യുന്നത്. നമ്മളിതിനെ സി ടെറ്റനി എന്നാണ് ഇതിന്റെ ബാക്ടീരിയനെ നമ്മൾ പറയുന്നത്. സി ടെറ്റനി മെയിൻലി സി, ടെറ്റനിക്ക് ഡബിൾ ടി ആയിപ്പോയി, ടെറ്റനീൻ ആക്കണം കേട്ടോ. സി ടെറ്റനി എന്ന് പറയുന്ന ബാക്ടീരിയ ആണ് എന്ത് സ്പ്രെഡ് ചെയ്യുന്നത്, ടെറ്റനസ് എന്ന് പറയുന്ന അസുഖം സ്പ്രെഡ് ചെയ്യുന്നത് കേട്ടോ. ചെറിയൊരു മുറിവിലൂടെയാണ് നമ്മൾ നിസ്സാരം എന്ന് വിചാരിക്കും, ബട്ട് അത് ഡിഫിക്കൽറ്റീസ് വരുന്ന നമ്മളുടെ ബോഡി ഫുൾ ആയിട്ട് എൻ്റെ ബോഡി ആ ഒരു അവസ്ഥയിലേക്ക് വരാനുള്ള കാരണമാകും. ദെൻ മസിൽ സ്പാം പറഞ്ഞു, ബ്രീത്തിങ് ഡിഫിക്കൽറ്റീസ് നമ്മൾ പറഞ്ഞു. അഡ്വാൻസ്ഡ് കണ്ടീഷൻ വരുമ്പോൾ നമുക്ക് ബ്രീത്തിങ് ഡിഫിക്കൽറ്റീസ്, ലോക്ക് ജോ, നമുക്ക് ഇവിടെ ഭയങ്കര ഇത് കറക്റ്റ് ആയിട്ട് ഇങ്ങനെ മൂവ് ചെയ്യാനായിട്ട് പറ്റാത്തൊരവസ്ഥ ഒക്കെ വരും. ഈ ബാക്ടീരിയ മെയിൻലി, ഈ ടെറ്റനസ് സ്പ്രെഡ് ചെയ്യുന്ന ബാക്ടീരിയ മെയിൻലി എവിടെയാണ് ഗ്രോ ചെയ്യുന്നത്, കൗഡങ് ആൻഡ് ഹോസ്റ്റങ്ങിലാണ് മെയിൻലി. കേൾക്കുന്നുണ്ടോ? ഇല്ല, സ്റ്റക്ക് ആയി നിൽക്കണല്ലോ. ഡിസ്കണക്ട് ആയി. ഇല്ല, കേൾക്കുന്നില്ല. ബാക്ടീരിയയുടെ പേര് എന്തായിരുന്നു പറഞ്ഞത്? ബാക്ടീരിയയുടെ പേര് ക്ലോസ്ട്രീഡിയം സി ടെറ്റനി ബാക്ടീരിയ, ക്ലോസ്ട്രീഡിയം ടെറ്റനി. ഈ ബാക്ടീരിയയുടെ പേര് ടെക്സ്റ്റ് ബുക്കിൽ ഇല്ലല്ലോ, നമ്മൾ അത് പഠിക്കണോ? അത് മെസ്സേജ് ഇട്ടിട്ടുണ്ട് അതിന്റെ ബാക്ടീരിയയുടെ പേര്. പഠിക്കേണ്ടി വരും. ഡബിൾ ടി അല്ല, സിംഗിൾ ടി വരും. ഓ, സി ടെറ്റനി അല്ലേ? സി ടെറ്റനി ആണോ? സി എങ്ങനെ അത് പ്രൊനൗൺസ് ചെയ്യുന്നത്? സി ടെറ്റനി. സി ടെറ്റനി. ഓക്കെ. ഇതിനെ പഠിക്കേണ്ടതാണോ? ടെക്സ്റ്റ് ബുക്കിൽ ഇല്ലല്ലോ പക്ഷേ ബാക്ടീരിയയുടെ പേരൊന്നും. ടെക്സ്റ്റ് ബുക്കിലില്ല, ചിലപ്പം പ്രശ്നങ്ങളും ചോദിച്ചാൽ എക്സാമിന് ചോദിച്ചാലോ? ഓക്കെ. ഈ ഫൂഫ് കാഫിന്റെ ഒരു ബാക്ടീരിയയുടെ പേര് പറഞ്ഞില്ലേ, അതൊന്ന് പറഞ്ഞു തരുമോ ആരെങ്കിലും? വൂഫിംഗ് കഫിന്റെ ബാക്ടീരിയം ഡിഫ്തീരിയ.
അതൊന്ന് ടെക്സ്റ്റ് ചെയ്യുമോ അത്? ചാറ്റിനകത്ത് ഉണ്ടടാ, ഏറ്റവും മേളിലൊക്കെ പോയി നോക്കി, ചാറ്റിനകത്തുണ്ട്. മാം ഇട്ടിട്ടുണ്ട് കേട്ടോ ചാറ്റില്. ഇതിനകത്തിൽ ഇപ്പൊ എത്ര പേര് വന്നിട്ടുണ്ടെന്ന് അങ്ങനെ അറിയാൻ പറ്റും? 39 താഴെ കണ്ടില്ലേ കാണിക്കുന്നുണ്ടല്ലോ. ഇവിടെ? അവിടെ കാണിക്കണ്ടല്ലോ 39 അതേഴ്സ്. ഇപ്പൊ 41 41 എന്നിട്ട് താഴെ 39 പേരല്ലേ ഉള്ളൂ. ആ അപ്പൊ 40 പേര്. എവിടെ എവിടെ കാണിക്കുന്നു? താഴെ കാണിക്കണില്ലേ സ്ക്രീനിന്റെ അടിഭാഗത്തായിട്ട്? ആ അവിടെ ടച്ച്. അപ്പൊ അതിൽ ആരൊക്കെയാണ് പാർട്ടിസിപ്പേറ്റ് ചെയ്യണേന്ന് അറിയാം. ഇങ്ങനെ ചുമ്മാ ഇരിക്കുന്നതിൽ എന്തെങ്കിലും പറയാതെ ആർക്കെങ്കിലും? ഓണം പ്രോഗ്രാംസിനെ കുറിച്ച് പറയും. എല്ലാരും പാട്ടൊക്കെ പഠിച്ചോ? നമ്മളിപ്പോഴേ കവിതയൊക്കെ ചൊല്ലുന്നെന്ന് പറഞ്ഞാൽ ഓണത്തെ കുറിച്ച് മാത്രമുള്ള കവിതയാണോ അതോ ഏതെങ്കിലും ഒക്കെ കവിത ചൊല്ലാവോ? വേണ്ട വേണ്ട, ഓണത്തെ പറ്റി മാത്രം പറഞ്ഞാൽ മതി. ഓണമല്ലേ. അല്ല ഈ പിന്നെ പദ്യമെന്ന് പാടാലോ. കവിതയെന്ന് പറയുമ്പോ നമ്മുടെ ഓണത്തുമായിട്ട് ബന്ധപ്പെട്ട കവിതകളൊക്കെ അത് ഓണത്തിനെ കുറിച്ചുള്ള മെമ്മറീസ്, ഓണത്തിനെ പറ്റിയുള്ള പാട്ട്, കവിത ഒക്കെ പറ്റും. ഞാൻ പദ്യമായിട്ട് പാടായിരിക്കും. ഓണത്തിനല്ലാണ്ടുള്ള പാട്ടുകൾ പറ്റുമോ? പറ്റത്തില്ല. ടൈം ലിമിറ്റ് ഇല്ലേ? 1 മണിക്കൂർ എത്ര 1 അവർ അല്ലേ ടൈം? അപ്പൊ മെമ്മറീസ് ഒക്കെ പറയാൻ തുടങ്ങി കഴിഞ്ഞാൽ തീരുവോ? ഷോർട്ടാക്കി പറഞ്ഞാൽ മതി, എല്ലാവർക്കും അവസരം കൊടുക്കണ്ടേ. അപർണ മാം. ക്ലാസ് കിട്ടാത്ത കാര്യം ഓഫീസിൽ വിളിച്ച് പറയാൻ പറ്റുമോ ആരോടെങ്കിലും? അറിയത്തില്ല. ആ ക്ലാസ് റൂമിന്റെ ഉള്ളില് കമന്റ് ഇട്ടൂടെ? ഇനി 15 minutes ഉള്ളൂ ക്ലാസ് ഉണ്ടാവാൻ. അല്ല, ക്ലാസ് റൂമില് കമന്റ് ഇട്ടൂടെ? കംപ്ലൈന്റ്സും കമന്റ് ഒക്കെ.
എടാ നമുക്ക് കണ്ടിന്യൂ ചെയ്തൂടെ ക്ലാസ്? നെക്സ്റ്റ് പോയിന്റ് വായിച്ചിട്ട് അറിയാവുന്ന പോയിന്റ്സ് പറയത്തില്ലേ? വെരി ഗുഡ്. എന്നാ സ്റ്റാർട്ട് ചെയ്തോ. നാമത്തോടെ പഠിക്കാം. അതന്നെ, ആരെങ്കിലും വായിക്കും, അറിയുന്നവർക്ക് എക്സ്പ്ലെയിൻ ചെയ്യാം. നെക്സ്റ്റ് പോയിന്റ് പോളിയോ അല്ലേ? ഞാൻ വായിക്കട്ടെ. വായിച്ചു. It is caused by a virus. Fever is the first sign, followed by weakness of limbs. Sometimes paralysis of whole body may result. The treatment is physiotherapy. The effect may be permanent. ലിംസ് എന്താ? ലിംസ് അതിന്റെ മീനിങ് പറയോ? ആരെങ്കിലും അറിയുന്നുണ്ടോ? കൈകാലുകൾ. ആണോ? കൈകാലുകൾ. അതായത് പോളിയോ അപ്പോ വരുമ്പോൾ നമ്മൾ കൈകാലുകൾ തളർന്നൊക്കെ പോകത്തില്ലേ, അങ്ങനെയൊക്കെയുള്ള അതെ അതെ ആയിരിക്കും. അതെ. പിന്നെ ട്രീറ്റ്മെന്റ് ചെയ്യാൻ നമ്മൾ ഫിസിയോതെറാപ്പി ചെയ്തിട്ട് കുറച്ചൊക്കെ ഇമ്പ്രൂവ്മെന്റ് ആവും. പക്ഷെ പോളിയോ ബാധിച്ചു കഴിഞ്ഞാൽ പിന്നെ അത് ഡെവലപ്പ് ആവാൻ പെർമനന്റ് വെച്ചാൽ ഭയങ്കര ആയിരിക്കും. പാടാ. ഫിസിയോതെറാപ്പി ആണ് ട്രീറ്റ്മെന്റ് എന്ന് ഫിസിയോതെറാപ്പി പറയുന്നത്. ട്രീറ്റ്മെന്റ് അതേ ഉള്ളൂ. പക്ഷെ അത് കണ്ടിന്യൂസ് ആയിട്ട് ഓക്കെ ആവുമെന്ന് പറയാൻ പറ്റത്തില്ല. പക്ഷെ അത് അംഗവൈകല്യങ്ങൾ വരുന്നില്ലേ? അംഗവൈകല്യം വരും. പക്ഷെ അതിനല്ലേ നമ്മൾ പോളിയോ വാക്സിൻ എടുക്കുമല്ലോ. ചിലർക്ക് പോളിയോ വാക്സിൻ എടുത്തിട്ടും ഇങ്ങനെ വരുന്നവരുണ്ട്. ചിലർ വാക്സിൻ ഡോസ് കൂടിയാലും ചിലപ്പോൾ വരും. അങ്ങനെയൊക്കെ ഉണ്ട്. ഞങ്ങളുടെ അടുത്തൊരാൾക്ക് വന്നിട്ടുണ്ട് പോളിയോയുടെ. ജനിച്ചപ്പം കുഴപ്പമൊന്നുമില്ലായിരുന്നു. പിന്നെ ഈ വാക്സിൻ എന്തോ എടുക്കാത്ത എന്തോ ആയിരിക്കും. പിന്നാണ് പെട്ടെന്നൊരു ഭാഗത്തേക്ക് അങ്ങ് ഒരുമാതിരി വളഞ്ഞൊക്കെ ഇങ്ങ് പോയങ്ങ്. ഇപ്പം കുഴപ്പമൊന്നുമില്ല, അങ്ങനെ തന്നെ നടക്കുക. എന്റെ അപ്പൊ അതാണ് ചെറിയച്ഛനും മെയിനായിട്ട്. ഇത് തന്നെ. പോളിയോ എടുക്കാത്തത് കൊണ്ട് കൈക്കാലൊക്കെ തളർന്നു പോയി. ഇപ്പൊ ആൾക്ക് 40 to 50 ഏജസ് ഉണ്ട്. വീൽ ചെയറിലാണ്. ആ സമയത്ത് അതുപോലെ പോളിയോ ഒന്നും എടുക്കാത്തത് കൊണ്ട്. പനിയുള്ളപ്പോ പോളിയോ എടുക്കരുത് എന്ന് പറയാറില്ലേ? ശരിയാ. പനിയുള്ളപ്പം വാക്സിൻ ഒന്നും എടുത്തുകൂടെന്ന് പറയും. അതെ അതെ. അപ്പൊ ഈ പോയിന്റ് എല്ലാരും ഓക്കെ ആണെങ്കിൽ അടുത്ത പോയിന്റിലേക്ക് പോയാലോ? ആരെങ്കിലും ഒരാൾ വായിച്ചാല്. പറയട്ടെ, ഓ, പറഞ്ഞോ. ഞാൻ വായിക്കട്ടെ. Dysentery. This is a disease in which loose and abnormal motions are passed. മൊത്തം വായിച്ചിട്ട് മീനിങ് പറഞ്ഞാൽ മതിയോ? വായിച്ചു. Pain in the stomach is usually attended by loose motion. The motions contain pus and blood. The patient becomes very weak due to loss of water from the body. The patient should get prompt medical aid. എന്ന് വെച്ചാൽ മറ്റേ മലമൂത്ര അത് തന്നെ നമ്മളെ പഴുപ്പും ബ്ലഡും പോകുന്നത്. അതുപോലെ തന്നെ നമ്മുടെ ശരീരത്തിൽ നിന്ന് ജലാംശം നഷ്ടപ്പെടുന്നത് കൊണ്ട് രോഗിക്ക് വളരെ അവശനാവുന്നു. അതേപോലെ ഉടനെ തന്നെ വൈദ്യസഹായം കൊടുക്കണം. അതല്ലേ പറയുന്നത്. അതെ. വൊമിറ്റിങ്ങും വയറിളക്കം ഉണ്ടാകുമ്പോ അതാ വെള്ളം കുടിക്കണമെന്ന് പറയുന്നത്. പസിന്റെ മീനിങ് എന്താ? പഴുപ്പും ബ്ലഡും. ഹെഡിങ് എന്തായിരുന്നു? ഡിസെൻട്രി. ഇത് നമ്മൾ വായിച്ചിട്ട് ഇങ്ങനെ മീനിങ് പറയുന്നേക്കാളും ടീച്ചേഴ്സ് ക്ലാസ് എടുക്കുന്ന പോലെ എടുത്തൂടെ? നമ്മളും ടീച്ചേഴ്സ് ആവാൻ പോവല്ലേ. ഓരോ ലൈൻസ് സെന്റൻസ് വായിച്ചിട്ട് അതിനെ എക്സ്പ്ലെയിൻ ചെയ്യാം. അങ്ങനെ ആവത്തില്ലേ കുറച്ചും കൂടി ബെറ്റർ? നമുക്കും ഒരു കോൺഫിഡൻസ് കിട്ടും. അതെ. അങ്ങനെ പറയാലോ. ലൂസ് ആൻഡ് അബ്നോർമൽ മോഷൻസ് ആർ പാസ്ഡ്. അതായത് അബ്നോർമൽ ആയിട്ട്, നോർമൽ അല്ലാതെ ധാരാളമായിട്ട് എന്താ ലൂസ് മോഷൻ ഇങ്ങനെ പാസ് ചെയ്യും. ആ പാസ് ചെയ്യുമ്പം നമുക്കെന്താ ഈ പാസ് ചെയ്യുന്ന ആ ഒരു ഇതിനകത്തൂടി നമുക്ക് പഫ്സും ആൻഡ് ബ്ലഡും പോകുന്നത്. അതൊക്കെ ഇതിൻ്റെ സിംറ്റംസ് ആണ്. അങ്ങനെയൊക്കെ കൂടുതൽ കണ്ടിന്യൂസ് ആയിട്ട് പോകുമ്പം വ്യക്തമാകാനുള്ള ചാൻസ് ഉണ്ട്. അതാണ് എന്താ പറയുന്നത്, ഡിസെൻട്രീസ് എന്ന് പറയുന്നത്. അതിന്റെ മലയാളം അർത്ഥം ആർക്കെങ്കിലും അറിയാമോ? അതിസാരം എന്ന് പറഞ്ഞാണോ ഡിസെൻട്രി? നമ്മള് വയറിളക്കം അല്ലേ മെയിൻ ആയിട്ട് നമ്മൾ പറയുന്നത്? അതെ, വയറിളക്കം.
അതൊക്കെ കുട്ടികൾ ധാരാളം കണ്ടുവരാറുള്ളല്ലേ നമ്മൾ സ്കൂളിൽ പോകുമ്പോഴൊക്കെ. അപ്പം അതായിരിക്കും ഇങ്ങോട്ട് ചെയ്തേക്കുന്നത്. നമ്മൾ ഈ വിരഗുളികയൊക്കെ കഴിക്കുന്നത് ഇതിന്റെ റിലേറ്റഡ് എന്തെങ്കിലും ആണോ? വിരഗുളിക കഴിക്കുന്നത് കുട്ടികൾക്ക് ഇതില് വിരകളൊക്കെ ഉണ്ടെങ്കിൽ അതിന്റെ ഇത് കില്ലാവാനല്ലേ. സീരിയലല്ലേ ഡിസെൻട്രി. എടാ ടെക്സ്റ്റ് ബുക്ക് ആരെങ്കിലും ഒന്ന് പിൻ ചെയ്യോ? ബുക്ക് കിട്ടിയിട്ടില്ലേ? ഈ വിരയിളക്കാനുള്ള ഗുളിക കുട്ടികൾ മാത്രമല്ല എല്ലാവരും കഴിക്കേണ്ടതാ. ഒരു 6 മാസം അതിന്റെ വാലിഡിറ്റി എന്ന് പറയുന്നത്. വർഷത്തിൽ ഒരിക്കലെങ്കിലും കഴിക്കണം. അതെ അതെ 2 ഡോസ് ആയിട്ട് അങ്ങനെയല്ലേ? അതെ അതെ അതെ. ഇത് ഫുള്ള് നോട്ട് ചെയ്ത് വെച്ചിരിക്കട്ടോ. കാണാവോ ടെക്സ്റ്റ് ബുക്ക്? എടാ പിൻ ചെയ്യാൻ അറിയത്തില്ല, അങ്ങനെ ചെയ്തോ, അതായിരിക്കും നല്ലത്. അതന്നെ പിൻ ഒരു ചെയ്യാൻ സെക്കൻഡ് എന്നെ ഒന്ന് കേൾക്കാമോ? എന്തോ ഒരു ടെക്നിക്കൽ ഇഷ്യൂ കാരണം ഇന്ന് ക്ലാസ് ഉണ്ടാകത്തില്ല. ഓക്കെ, എന്തോ ടെക്നിക്കൽ ഇഷ്യൂ വലിയ എന്തോ നടന്നു അവിടെ. അപ്പൊ അതുകൊണ്ട് ക്ലാസ് ഇന്ന് ഉണ്ടാകത്തില്ല. അപ്പം ഈ ക്ലാസ് വേറെ ഒരു ദിവസം കാണും. അപ്പൊ നമുക്ക് വേണമെങ്കിൽ മീൻസ് കോൾ എൻഡ് ചെയ്തിട്ട് പോകാം, വേണമെങ്കിൽ കണ്ടിന്യൂ ചെയ്യാം. ഓക്കെ. ടൈമില്ലടാ, 2-3 പോയിന്റും കൂടി പറഞ്ഞൂടെ? അല്ല, അതാ ഞാൻ പറഞ്ഞത്, നിങ്ങൾക്ക് വേണമെങ്കിൽ വായിച്ചോ പഠിച്ചോ. മീൻസ് ഇപ്പൊ വേറെ എന്തെങ്കിലും അത്യാവശ്യ ജോലിക്കാർ ആരെങ്കിലും ഉണ്ടെങ്കിൽ അവർക്ക് വേണമെങ്കിൽ ലെഫ്റ്റ് ഔട്ട് ചെയ്യാം. ഇതിന്റെ ഒഫീഷ്യൽ ആയിട്ട് ഉള്ള ഇൻഫർമേഷൻ നമുക്ക് ഗ്രൂപ്പിൽ നമ്മളുടെ ഇതില്ലേ ക്ലാസ് റൂമിനകത്ത് വരും, മെസ്സേജും വരും നമ്മളുടെ വാട്സാപ്പിനകത്ത്. എന്തോ ടെക്നിക്കൽ ഇഷ്യൂ വന്നതാണ്, അത് റിസോൾവ് ചെയ്യാനായിട്ട് കുറച്ചേറെ സമയം എടുക്കും. അതുകൊണ്ട് ഇന്നത്തെ ക്ലാസ് നമുക്ക് വേറെ ഒരു ദിവസം കിട്ടും. ഓക്കെ ഓക്കെ ഓക്കെ. കണ്ടിന്യൂ ചെയ്യാൻ താല്പര്യമുണ്ടോ ആർക്കെങ്കിലും? കുഴപ്പമില്ല. സൈൻ ഔട്ട് ചെയ്തോ. എനിവേ ഇപ്പൊ 2:20 ആയി. ഇനി സൈൻ ഔട്ട് ചെയ്തിട്ട് പോകാം. അതന്നെ. ഇനി 10 മിനിറ്റ്സ് കൂടി അല്ലേ ഉള്ളൂ. ഓക്കെ. ഞാൻ സൈൻ ഔട്ട് പറയാട്ടോ. കേൾക്കുന്നുണ്ടോ? കേൾക്കുന്നുണ്ട് ഞാൻ പറയുന്നത്? കേൾക്കുന്നുണ്ട്. പവർ ഇല്ലേ, അപ്പോ റേഞ്ച് ഇഷ്യൂ ഇല്ലല്ലോ? കേൾക്കുന്നില്ലേ? കേൾക്കുന്നുണ്ട്. ഉണ്ട്. ഓക്കെ ഡിയർ ഫ്രണ്ട്സ്, അപ്പോൾ എല്ലാവരും നല്ല ആക്റ്റീവ് പാർട്ടിസിപ്പേഷൻ ആയിരുന്നു ഇന്നത്തെ ക്ലാസ്സിൽ. വൂഫിംഗ് കഫിനെ കുറിച്ചായിരുന്നു മാം ആദ്യം പറഞ്ഞത്. ഇത് മോർ ദാൻ 2 വീക്സ് കണ്ടിന്യൂസ് കോഫ് കുട്ടികൾക്ക് ഉണ്ടാവും. അങ്ങനെ സ്റ്റാർട്ടിങ്ങിൽ അങ്ങനെ ആയിരിക്കും, പിന്നീട് അത് 100 ഡേയ്സ് വരെ നീളാം. ഈ വൂഫിംഗ് കഫ് എന്നുള്ള ഡിസീസ് മെയിൻലി അഫക്ട്സ് ചിൽഡ്രൻ. പെർട്ടൂസിസ് എന്നാണ് ഇതിന്റെ കോമൺ നെയിം. കോസ് ചെയ്യുന്ന ബാക്ടീരിയ ബോർഡറ്റെല്ല പെർട്ടൂസിസ് ആണ്. പെർട്ടൂസിസ് കോസ് ചെയ്യുന്ന ബാക്ടീരിയ. ഇത് വെരി സീരിയസ് ഇഷ്യൂ ആണ്. കാരണം ഇത് കണ്ടിന്യൂസ് കോഫ് കാരണം കുട്ടികൾ ഇങ്ങനെ വില്ല് പോലെ വളയും. അപ്പോൾ ഇതിന് മലയാളത്തിൽ വില്ലൻ ചുമ എന്നും കൂടി ഒരു പേരുണ്ട്. നമ്മൾ ഇൻ കേസ് നമ്മളുടെ സ്കൂളിലോ മറ്റോ ഇങ്ങനത്തെ കേസസ് നമുക്ക് ഡൗട്ട് തോന്നുകയാണെങ്കിൽ നമുക്ക് കുട്ടികളെ ഐസൊലേറ്റ് ചെയ്യണം, മറ്റുള്ള കുട്ടികൾക്ക് കൂടി പകരാതിരിക്കാൻ. കൂടുതലും വെന്റിലേഷൻ കുറഞ്ഞ റൂമുകളിൽ കുട്ടികൾ ക്ലോസ് കോണ്ടാക്റ്റിൽ ഉള്ളപ്പോഴാണ് ഒരു കുട്ടിയിൽ നിന്ന് മറ്റു കുട്ടികൾക്ക് ട്രാൻസ്മിറ്റ് ചെയ്യാൻ ചാൻസ്. സോ നമുക്ക് കുട്ടികളെ ഐസൊലേറ്റ് ചെയ്യുക എന്നുള്ളതാണ് ഫസ്റ്റ് ചെയ്യേണ്ടത്. പിന്നെ ചുമച്ച് കുട്ടികൾക്ക് വൊമിറ്റിംഗ് ആ ഒരു സെൻസേഷൻ വരെ വരും. പ്രോപ്പറായിട്ട് ഫുഡൊന്നും കഴിക്കാൻ പറ്റാറില്ല. ഇതിന് വേറെ പേരുണ്ട്, 100 days ഓഫ് കോഫ്, കോഫ് ഓഫ് 100 days, അങ്ങനെ 2 പേരിലുള്ളത് അറിയപ്പെടുന്നുണ്ട്. നെക്സ്റ്റ് ഡിപ്തീരിയ, അതിന്റെ മലയാളം നെയിം തൊണ്ടമുള്ള എന്നാണ്. ഇതിൽ മെയിനായിട്ട് നമുക്ക് കണ്ടെത്താൻ പറ്റിയ ഒരു വൈറ്റ് കളർ മെംബ്രെയിൻ ത്രോട്ടിന്റെ അകത്ത് ഡെവലപ്പ് ചെയ്യും. ഇനീഷ്യലി നല്ല പെയിന് കുട്ടികൾക്ക് ഫീൽ ചെയ്യാൻ കഴിയും. ആഫ്റ്റർ അത് കഴിയുമ്പോൾ അവർക്ക് ഡ്രിങ്ക് ചെയ്യാനും swallow ചെയ്യാനും അതിനോടൊപ്പം തന്നെ ഫീവറും ഈ ഡിസീസ് ഈ കേസിൽ കാണാറുണ്ട്. നമുക്ക് തന്നെ ചെക്ക് ചെയ്താൽ ഈ വൈറ്റ് മെംബ്രെയിൻ കാണാൻ കഴിയും കുട്ടികൾക്ക്. അപ്പോൾ അതിൽ ആ വൈറ്റ് മെംബ്രെയിനിൽ ഈ ഡിപ്തീരിയ എന്നുള്ളത് ഒരു ടോക്സിൻ പ്രൊഡ്യൂസ് ചെയ്യും. ആ ടോക്സിനാണ് മെയിനായിട്ട് ഈ ഡിസീസിന് കാരണമാവുന്നത്. കൊറിനി ബാക്ടീരിയം ഡിപ്തീരിയ ആണ് ഈ ഡിസീസ് സ്പ്രെഡ് ചെയ്യുന്നത്. ഇറ്റ് ഈസ് ഓൾസോ കോൾഡ് കില്ലർ ഡിസീസ് ബിക്കോസ് 1954 കുറേ പീപ്പിൾ ഈ ഡിസീസ് വന്ന് മരിച്ചിട്ടുണ്ട്. അന്ന് വാക്സിൻ ഡെവലപ്പ് ചെയ്തിരുന്നില്ല. അതിനുശേഷം വാക്സിൻ ഡെവലപ്പ് ചെയ്തതിന് ശേഷം ഇപ്പോൾ ഇത് കൊണ്ടുണ്ടാവുന്ന
ഡെത്ത് കുറവാണ്. എങ്കിലും ട്രീറ്റ് ചെയ്തില്ലെങ്കിൽ കുട്ടികളുടെ കേസിൽ ഡെത്തിലേക്ക് പോകാൻ ചാൻസ് ഉണ്ട്. ഇറ്റ് മെയിൻലി അഫക്ട്സ് ത്രോട്ട് ആൻഡ് വിൻ പൈപ്പ് ട്രക്കിയ. മെയിൻലി നമ്മളുടെ റെസ്പിറേറ്ററി ട്രാക്റ്റിലുള്ള പാർട്സിനെയാണ് ഇത് അഫക്റ്റ് ചെയ്യുക. ബ്രീത്തിങ് ഡിഫിക്കൽട്ടി നമുക്ക് ഉണ്ടാവും. ഹൈ ടെമ്പറേച്ചർ ഉണ്ടാവും ഈ ഡിസീസ് കേസസിൽ. പിന്നെ നെക്സ്റ്റ് പറഞ്ഞത് ടെറ്റനസിനെ കുറിച്ചാണ്. ഇറ്റ് ഈസ് മെയിൻലി എൻഡഡ് ത്രൂ ഇഞ്ചുറീസ്. അപ്പോൾ ഇഞ്ചുറീസ് ഷുഡ് ബി ട്രീറ്റഡ് പ്രോപ്പർലി. സോപ്പ് വെച്ച് വാഷ് ചെയ്യണം. ടെറ്റനസിനെ പ്രിവെൻറ്റ് ചെയ്യാൻ നമുക്ക് TT എടുക്കാം, ടെറ്റനസ് ടോക്സോയിഡ്. അതിൻ്റെ വീക്ക് ഫോം ഓഫ് ഇതാണ് നമ്മൾ എടുക്കുക TT ആയിട്ട്. അപ്പോൾ നമുക്ക് ഇമ്മ്യൂണിറ്റി ഡെവലപ്പ് ചെയ്യും. നമ്മൾ ഈവൻ പ്രഗ്നൻസിക്ക് മുമ്പ് തന്നെ ഇതിൻ്റെ വാക്സിൻസ് അമ്മമാരെടുക്കാറുണ്ട്. അത് കുട്ടികൾക്ക് പ്രൊട്ടക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് അത് എടുക്കാറുള്ളത്. ഈ ബാക്ടീരിയ മെയിൻലി വളരുന്നത് കൗഡങ്ങിലും ഹോഴ്സിൻ്റെ ഡങ്ങിലും ആയിരിക്കും. അപ്പോൾ നമ്മൾ മുറിവൊക്കെ ആയിട്ട് അൺക്ലീൻ ആയിട്ടുള്ള ഹാബിറ്റിൽ കൂടെ ആണ് നമ്മളുടെ ആക്ഷനൊക്കെ എങ്കിൽ നമുക്ക് ഈ ചെറിയ മുറിവിലൂടെ അത് ശരീരത്തിലേക്ക് എൻ്റർ ചെയ്തിട്ട് നമുക്ക് ഈ ടെറ്റനസ് ഉണ്ടാവാൻ ചാൻസ് ഉണ്ട്. ഭയങ്കര സീരിയസ് ഡിസീസാണ്. ഇതൊരു സില്ലി ഡിസീസ് അല്ല. കാരണം നമ്മളുടെ മസിൽസിനെയും നെർവസ് സിസ്റ്റത്തിനെയൊക്കെയാണ് ഈ ബാക്ടീരിയ അഫക്റ്റ് ചെയ്യുക. അപ്പോൾ നമുക്ക് ലോക്ക്ഡ്, അതായത് നമുക്ക് പ്രോപ്പറായിട്ട് വായ തുറക്കാൻ പറ്റില്ല. വായ ഇങ്ങനെ ചിരിച്ച പോലെ ഇരിക്കും, ലോക്ക്ഡ് ആയി പോകും. അപ്പോൾ വെള്ളം ഇറക്കാൻ പറ്റില്ല, ഒന്നും ചെയ്യാൻ പറ്റില്ല. പിന്നെ മസിൽ സ്പാസം വരും, മസിലൊക്കെ അങ്ങനെ സ്റ്റിഫ്നെസ് വരും. അപ്പോൾ ബോഡിയൊക്കെ ഇങ്ങനെ വളഞ്ഞിട്ടും അനക്കാൻ പറ്റാതെയും ഭയങ്കര സീരിയസ്. ഈ ലോകത്ത് ഞാൻ എക്സ്ട്രാ ടിപ്പ് പറയുന്നത്, ലോകത്ത് ഏറ്റവും ബുദ്ധിമുട്ടുള്ള രണ്ട് മീൻസ് പൈശാചികം അല്ലെങ്കിൽ ഭയാനകമായിട്ടുള്ളൊരു ഡിസീസ് കണ്ടീഷൻ എന്ന് പറഞ്ഞാൽ ടെറ്റനസും ഈ റാബീസിൻ്റെയാണ്. അതിൻ്റെ നമുക്ക് കാണാൻ പറ്റില്ല അവരുടെ ഫൈനൽ സ്റ്റേജ്. അപ്പോൾ അത്രയും സീരിയസ് ഇഷ്യൂ ആണ് ടെറ്റനസ്. അതുകൊണ്ട് TT പ്രോപ്പറായിട്ട് മുറിവുകളൊക്കെ വരുമ്പോൾ നമ്മൾ എടുത്തിരിക്കണം. നിസാരമായിട്ട് കണ്ടു കഴിഞ്ഞാൽ ഇറ്റ് മേ കോസ് ഡെത്ത് എന്നുള്ളതാണ്. പിന്നെ ഇതൊക്കെ തന്നെയാണ് കോസിങ് ബാക്ടീരിയ, ക്ലോസ്ട്രീഡിയം, ടെറ്റനസ് ആണ്. ഓക്കെ ഫ്രണ്ട്സ്, താങ്ക് യു. ഇനി മിസ് നെക്സ്റ്റ് ക്ലാസ്സിൽ പറയും. Okay, thank you. Bye. താങ്ക് യു. ബൈ ബൈ.